ഹായ് ഫ്രണ്ട്സ്, ഹായ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നിങ്ങൾ ശരിക്കും ഇത്ര സന്തോഷമാണെന്ന്. ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. ഐ ആം വെരി ഹാപ്പി. അപ്പോൾ രാവിലെ എന്നത്തെ പോലെ എഴുന്നേറ്റ് എഴുന്നേൽക്കുമ്പോഴേ പ്രാർത്ഥിക്കും. അപ്പം രാവിലെ എഴുന്നേറ്റ് ഞാൻ തന്നെ എനിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു. കാരണം നമ്മളാണല്ലോ നമുക്ക് ഫസ്റ്റ് വിഷ് ചെയ്യാനുള്ള. അപ്പോൾ എൻ്റെ ഇത്രയും വർഷത്തിനിടയിൽ വർഷം പറയുന്നില്ല കേട്ടോ, 1985 ജനിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ ഇവിടെ ഗൾഫിൽ വന്നതിന് ശേഷമാണ് ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. കാരണം ഒറ്റപ്പെട്ടു തുടങ്ങിയപ്പോൾ, നമ്മൾ ഒറ്റയ്ക്കായി തുടങ്ങിയപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി നമ്മളെ തന്നെ സ്നേഹിക്കണം. അതുവരെ ഞാൻ മറ്റുള്ളവരെ കാര്യങ്ങൾക്ക് വേണ്ടി അവർക്കെന്ത് ചെയ്യും ഇവർക്കെന്ത് ചെയ്യും എന്നുള്ള, ഇപ്പോഴും അങ്ങനെ ഉണ്ട്. എന്നാലും ഇപ്പം പകുതി എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ സന്തോഷമായിട്ടിരിക്കട്ടെ, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്നും നന്ദി പറയും രാവിലെ എഴുന്നേറ്റുണ്ട്. നമുക്ക് ഓരോ ദിവസവും നമ്മളെ കാലും കഴിക്കും ആരോഗ്യം തരുന്നതിനും, നമുക്ക് ഓരോ ദിവസവും ആയുസ് തരുന്നതിനും, നമുക്ക് ഈ ലോകം കാണാൻ പറ്റുന്നതിനുമൊക്കെ നമ്മൾ ഭഗവാനോട് നന്ദി പറയണം. അപ്പോൾ ഇന്നും അതുപോലെ എഴുന്നേറ്റ്. അപ്പം നമുക്ക് ഒരേ വയസ്സ് കൂടുന്തോറും ഒരേ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോഴും നമുക്ക് ദൈവം ഈ ഭൂമിയിലൊരു മനുഷ്യജന്മം തന്നത് നമ്മൾ അത്രയും സന്തോഷം ജീവിക്കണം. എന്തിനു നമുക്കില്ലാത്തതിനെക്കുറിച്ചും മറ്റതിന് വേണമെന്ന് അതും ഇതും വേണമെന്ന് കുറിച്ചുമൊക്കെ നമ്മൾ ഉള്ളതുകൊണ്ട് സന്തോഷപ്പെടുക. അപ്പോഴും നമുക്ക് ദൈവം നമുക്ക് വേണമെന്നെല്ലാം തന്നുകൊണ്ടുമിരിക്കും. ഞാനിപ്പോൾ ഹാപ്പിയാണ്. എനിക്കൊത്തിരി യൂട്യൂബ് തുടങ്ങാൻ പറ്റി. ഈ ഗൾഫ് രാജ്യത്ത് വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള നമുക്ക് കുറച്ച് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അത് തന്നെ ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. അപ്പോഴും നമ്മളതിനെല്ലാം നന്ദി പറയണം. നമുക്ക് ഒത്തിരി നല്ല ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി നല്ല നല്ല ആൾക്കാരുണ്ട്, നല്ല ഹൈ ലെവലിലിരിക്കുന്നവർ. അവർക്ക് ഒരു പൈസയുടെ അഹങ്കാരമോ അല്ലെങ്കിൽ ഒരു ഇതുമില്ല, നല്ല സ്നേഹവും. നമ്മളെയൊക്കെ അവരെ വീട്ടിലൊരു അംഗം കണക്കൊക്കെയാണ്. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് വലിയൊരിതാണ്. അവർക്കെല്ലാവർക്കും എന്നോട് വലിയ സ്നേഹമാണ്. ഇപ്പോൾ എൻ്റെ കുറേ യൂട്യൂബ് ഫ്രണ്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് യൂട്യൂബ് തുടങ്ങാൻ പറ്റി. അപ്പം അതിൽ എന്തുമാത്രം ആൾക്കാർ നമ്മളെ കാണുന്നത് സപ്പോർട്ട് ചെയ്യുന്നതല്ല, ഒരാളായിക്കോട്ടെ. അപ്പം രാവിലെ മോളിൽ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാമോ ഞാൻ എന്ത് ബുദ്ധിമുട്ടിയാണ് ഒരു വീഡിയോസ് എടുക്കുന്നതെന്ന്. അതാണ് എൻ്റെ വീഡിയോസൊക്കെ എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയൊക്കെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ മോളിൽ ക്യാമ്പിൽ നമുക്കങ്ങനെ വീഡിയോ എടുക്കാനൊന്നും സൗകര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ സ്റ്റെയറിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു കോണിൽ വന്നു നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയ്ക്കൊന്നും അത്ര ഇതില്ലാത്തത്. അത് കാണുന്നവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. അപ്പം എല്ലാവരും എന്നെ ഇഷ്ടമാണെങ്കിൽ ഇന്ന് വിഷ് ചെയ്യണേ. അപ്പം എല്ലാവർക്കും